ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമുക്ക് ഒരു ഫംഗ്ഷൻ 1 ആണോ എന്നെങ്ങനെ പരിശോധിക്കാൻ നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 മൈനസ് 4x ഈസ് 1. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? 3 മൈനസ് 4x ആണ്. അത് 1 ആണോ എന്ന് നോക്കണം. ഒരു ഫംഗ്ഷൻ 1 ആകണമെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ എന്താ മക്കളെ? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആകണം. എങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയാൽ എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ ആ ഒരു ഡെഫിനിഷനാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 4x. ഈ ഫംഗ്ഷൻ 1 ആണെന്ന് നോക്കണം. 1 ആകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? ഈ എക്സിന് നമ്മൾ x1 എന്ന് കൊടുക്കണം. എഫ് ഓഫ് x1 കൊടുക്കണം. ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ എഫ് ഓഫ് x2 എന്ന് കൊടുക്കണം. നമ്മൾ രണ്ട് സൈഡിലും ഈ ഫംഗ്ഷനകത്ത് ലെഫ്റ്റ് സൈഡിൽ എഫ് ഓഫ് x1ഉം റൈറ്റ് സൈഡിൽ എഫ് ഓഫ് x2ഉം കൊടുക്കാം. എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായി? 3 മൈനസ് 4x1, അതായത് എഫ് ഓഫ് എക്സ് 3 മൈനസ് 4x. അപ്പം ഇവിടെ എക്സ് ആവുമ്പോൾ ഇവിടെ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എന്താ? 3 മൈനസ് 4x1 എന്ന് വരും. 3 മൈനസ് 4x1 എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ എഴുതാം നമുക്ക്? അതുപോലെ സെയിം 3 മൈനസ് 4s2 എന്ന് പറയും. രണ്ട് സൈഡിലും എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ x1 എന്നും ഒരു സ്ഥലത്ത് s2 എന്നും കൊടുക്കുന്നു. ഇവിടെ 3 ആൻഡ് 3 കോമൺ ആണ്, രണ്ടും ക്യാൻസൽ ആയി പോകും. ദെൻ അപ്പോൾ ബാലൻസ് എന്ത് വരും? മൈനസ് 4x1 ഈക്വൽ ടു മൈനസ് 4s2 എന്ന് വരും. -4ഉം കോമൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഈക്വൽ ടു s2 എന്ന് വരും. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ദെയർഫോർ എന്ത് എഴുതാം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് s2 ഈക്വൽ ആണ്. ദെയർഫോർ ഇംപ്ലൈസ് x1 ഈക്വൽ ടു s2. ദെയർഫോർ എന്ത് പറയാം? എഫ് ഈസ് 1. എഫ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഫ്രം 1/x, എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഇത് 1 ആണെന്ന് നോക്കണം. ഈസ് 1. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ദെൻ x1 എന്ന് പറഞ്ഞാൽ എന്താ? 1/x1. ഇതെന്താ? 1/x2. രണ്ട് സൈഡിലും ഒരേപോലെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ദെയർഫോർ എന്ത് പറയാം നമുക്ക്? x1 ഈക്വൽ ടു s2. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ദെയർഫോർ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു s2. ദെയർഫോർ എഫ് ഈസ് 1. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് x1 കൊടുത്ത് അനദർ എക്സിൻ്റെ സ്ഥാനത്ത് s2 കൊടുക്കുക. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോമൺ സിംപ്ലിഫൈ ചെയ്ത് x1 ഈക്വൽ ടു s2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്.